VHP നേതാവ് കൂടിയായ ശ്രീ അനിൽ വിളയിൽ ടെലിഫോൺ ലൈനിലുള്ള ശ്രീ അനിൽ വിളയിൽ ഇന്നലെയാണ് മധ്യപ്രദേശ് കോടതി ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് പുറത്തു വന്നത്, വിധിന്യായം വന്നത്. അതിൽ ജാമ്യാപേക്ഷ തള്ളുകയാണ്. ഇപ്പോൾ കേരള ഹൈക്കോടതിയിലേക്ക് ഇന്ന് ആ കേസ് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു നിയമവഴി? എന്തൊക്കെ അടിസ്ഥാനപരമായ തെളിവുകളാണ് മധ്യപ്രദേശ് കോടതി കിട്ടിയിട്ടുള്ളത്? താങ്കൾക്ക് ലഭിച്ച വിവരം? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മധ്യപ്രദേശിലായതിന്റെ അടിസ്ഥാനത്തിൽ ആ കോടതിയെ സമീപിച്ച് ജാമ്യം എടുക്കുന്നതിന് വേണ്ടി ട്രാൻസിറ്റ് ബെയിലാണ് അനുവദിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ മധ്യപ്രദേശിലെ ഈ കൺസേൺഡ് മണ്ഡലേശ്വർ പോക്സോ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തത്. പക്ഷേ ആ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള പരിശോധനകളും രേഖകളും വാദവും ഒക്കെ കേട്ടതിനും കണ്ടതിനും ശേഷം ഈ വ്യക്തിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. ഇനി കേരള ഹൈക്കോടതിയിൽ എന്തിനാണ് സമീപിച്ചിരിക്കുന്നത് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇയാൾ ഈ ജാമ്യാപേക്ഷ ഇന്നലെ കിട്ടിയത് വിവരം മറച്ചുവെച്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചെന്നാണ് ഇന്നൊരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലയാള പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്രകാരം. അതിനകത്ത് മറ്റു ചില ദുരൂഹതകൾ കൂടിയുണ്ട്. ഈ കേസ് ആദ്യം ഈ ഫർഹാൻ ഖാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത വ്യക്തികൾ, അല്ലെങ്കിൽ അന്നത്തെ വക്കീൽ മാറിയതിനു ശേഷം ഇടതുപക്ഷ സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ബന്ധം, CPM-ഉമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ് എന്ന് കാണിക്കുന്ന ചില സൂചനകളാണ്. അന്ന് ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന വ്യക്തി നോക്കൂ, അന്ന് കേരള സർക്കാർ ഈ പയ്യൻ കൊടുത്ത മുൻകൂർ ജാമ്യാപേക്ഷയിൽ എതിർകക്ഷിയായിരുന്നു. അന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്നാണല്ലോ സർക്കാരിന് വേണ്ടി എതിർഭാഗത്തിന് വേണ്ടി ഹാജരായത്. അത് നേരെ തിരിച്ചു വെച്ചിരിക്കുക. ദേവസ്വം ബോർഡിലെ അഡ്വക്കേറ്റ് നിയമനം എപ്രകാരമാണോ കേരളത്തിൽ വിവാദമുണ്ടായത് അതിന്റെ മറ്റൊരു തലം, അത്രമാത്രം സീരിയസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ മറ്റൊരു തലം ഉണ്ടായിരിക്കുകയാണ്. ഇവർ നമ്മളോട് സംസാരിച്ചു, ന്യൂസ് എയ്റ്റിനോട് ഈ രണ്ടുപേരും സംസാരിച്ചിരുന്നു. താങ്കൾ അത് കേട്ട് കാണും. അതിൽ പറയുന്നത് മധ്യപ്രദേശിൽ ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്, കണ്ടാൽ വെടിവെച്ചു കൊല്ലുമെന്നാണ് ഉള്ളത്. കേരളമാണ് സുരക്ഷിതമെന്നാണ് ഇവരുടെ ഒരു വാദം. അത്തരത്തിലുള്ള ചില നിലപാടുകൾ ഇവർ സ്വീകരിക്കുന്നുണ്ട്. അതൊരു നരേറ്റീവ് മാത്രമാണ്. പിന്നെ അങ്ങോട്ട് ചെന്ന ഉടനെ അങ്ങ് വെടിവെച്ചു കൊല്ലാൻ ഇതെന്താണ്? ഇത് ഏതാണ്ട് വലിയ ഭീകരമായിട്ടുള്ള ഏതാണ്ട് ബലാത്സംഗ കേസോ രാജ്യവിരുദ്ധ കേസുകളോ ഒന്നും അല്ലല്ലോ. അപ്രകാരം എന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴല്ലേ, പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുമ്പോഴല്ലേ വെടിവെച്ചു കൊല്ലുക എന്നൊക്കെ പറഞ്ഞത്. അതിനകത്ത് കാര്യമൊന്നുമില്ലല്ലോ. ഇവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം, ഇൻഡോർ ബെഞ്ചിനെ സമീപിച്ചതിന് ശേഷം ഇവർക്ക് വേണമെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാം. അതൊന്നുമല്ല. ഇത് പരമാവധി നീട്ടിക്കൊണ്ടുപോവുകയും ഇത് ലാഗ് ചെയ്യുകയും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് മാറുകയൊക്കെ ചെയ്യണമെന്നുള്ള ചില തിരക്കഥകളുണ്ട്. ഇതിനകത്ത് പ്രതികളാക്കപ്പെടേണ്ട പോക്സോ വകുപ്പ് ചുമത്തിയ സാഹചര്യത്തിൽ പ്രതികളാക്കപ്പെടേണ്ടത് ഗോവിന്ദൻ മാസ്റ്ററാണ്, റഹീമാണ്, ശിവൻകുട്ടിയാണ്. ഇവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു കളികളാണ് ഈ പയ്യൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അയാളെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നിയമപരമായി സഹായിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ഞങ്ങളൊക്കെ തന്നെ തുടക്കം തൊട്ട് പറയുന്ന ആ പെൺകുട്ടിക്കെതിരേ അല്ല നമ്മളാരും. ആ പെൺകുട്ടിയെ ഇതിനകത്ത് ഇരയാക്കപ്പെട്ടതാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്നില്ല, മൈനറായ ഒരു പെൺകുട്ടിയെ ഇരയാക്കിയ സംഭവത്തിലുള്ള പ്രതിഷേധമാണ് ഞങ്ങളൊക്കെ സംഘടനാപരമായി പ്രകടിപ്പിച്ചിട്ടുള്ളത്. വേറെ എതിർപ്പ് കൊണ്ടൊന്നുമില്ല. ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരണം. എന്താണ് കേരളത്തിൽ വന്ന് ഇപ്രകാരം ഒരു വിവാഹം നടക്കാനിടയായ സാഹചര്യം? ഇത്ര പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഇതിൽ പങ്കെടുത്തതിന്റെ കാരണം എന്താണ്? ഇതിനെപ്പറ്റിയൊക്കെയുള്ള അന്വേഷണം ഉണ്ടാകുകയും നിയമപരമായി ആ പെൺകുട്ടി മൈനറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പോക്സോ കേസും അത് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ട് ആ വിഭാഗവുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും ഒക്കെ തന്നെ ഈ കേസിനകത്ത് ഉൾപ്പെടുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തും അത് ചില കോളിളക്കങ്ങൾ സൃഷ്ടിക്കും. ശരി, നന്ദി ശ്രീ അനിൽ വിളയിൽ താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും സമയക്കുറവുകൊണ്ട് ഇടപെടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.